എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മൈക്രോവേവ് ഓവൻ്റെ PCB ആണ്. ഈ PCB നോ പവർ ഇഷ്യൂ ആയിട്ട് വന്നിട്ടുള്ള ഒരു PCB ആണ്. പവർ ഓൺ ആവുന്നില്ല എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു PCB വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് മെയിൻ ബോർഡും ഇതിന് ഫ്രണ്ട് സ്വിച്ചൊക്കെ വരുന്ന ഒരു ബോർഡും കൂടെ അതിനകത്തുണ്ട്. എല്ലാ ബട്ടണും ഞാനിങ്ങനെ ചുമ്മാ ജസ്റ്റ് പ്രസ് ചെയ്ത കൂട്ടത്തിൽ ഈ സ്റ്റാർട്ട് ബട്ടൺ പ്രസ്സാകുന്നില്ല, ഭയങ്കര ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. ആ ബട്ടൺ പോയിട്ടുണ്ടാവും. ഇതൊക്കെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ആ സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷേ ഇത് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് അഴിച്ചു പറക്കി ഈ ഒരു ബോർഡ് വെളിയിലെടുത്തിട്ട് ഇതിനകത്ത് എന്താണ് പ്രശ്നമെന്ന് എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ, സ്ക്രൂ ഒക്കെ അഴിച്ചെടുക്കാതെ. അപ്പോൾ നമ്മുടെ ഈ വർക്കിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇതിൻ്റെ സ്ക്രൂ എല്ലാം അഴിച്ച് പറക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ബോർഡിൻ്റെ സ്ക്രൂ എല്ലാം അഴിച്ചിറക്കിയിട്ട് നമുക്ക് ഈ ഒരു കണക്ടർ ഇതിനകത്തുനിന്ന് എടുക്കാം. ഓക്കെ, വലിയ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. SMPS പവർ സപ്ലൈ ആണ് ഇതിനകത്തുള്ളത്. ഈ ഒരു ബോർഡും കൂടെ നമുക്ക് ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കാം. കാര്യം അതിൻ്റെ ആ സ്റ്റാർട്ട് ബട്ടൺ നല്ല രീതിയിൽ പ്രസ്സായിട്ടാണ് ഇരിക്കുന്നത്. സ്റ്റാർട്ട് ബട്ടൺ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവിടെ നമ്മൾ തിരിച്ച് സ്ക്രൂ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു സൈഡ് സ്ട്രെയിറ്റും ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ശകലം താന്നു പോയിട്ടുണ്ട്. ഈ ഒരു ബോർഡിൽ ഞാൻ വിഷ്വലായിട്ട് നോക്കിയ സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ സ്വിച്ചിങ് IC പൊട്ടിത്തെറിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ സ്വിച്ചിങ് ICയുടെ നമ്പർ എന്ന് പറയുന്നത് LNK 364PN. ഈ ഒരു IC ആണ് ഇതിനകത്ത് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു റെസിസ്റ്റൻസ് ഇതും പൊട്ടിപ്പോയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഈ ഒരു ICയിൽ വരുന്ന മോസ്ഫെറ്റിന് അതിൻ്റെ സോഴ്സിൽ ഈ ഒരു റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ടാവും. ആ റെസിസ്റ്റൻസാണ് ഇത്. ഏകദേശം 3.3 UH എൻ്റെ ഇൻഡക്ടർ കോയിലാണിത്. ഇൻഡക്ടർ റെസിസ്റ്റൻസ് ആണ്. ആ റെസിസ്റ്റൻസ് മാറ്റിയിട്ട് അവിടെ വേറെ ഒരു റെസിസ്റ്റൻസ് ഫിറ്റ് ചെയ്യണം. നമുക്ക് ഈ ഒരു IC ഇളക്കി മാറ്റിയിട്ട് അവിടെ വേറെ ഒരു പുതിയൊരു IC സെറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ രണ്ട് കമ്പോണൻസുകളും ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കാം. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇവിടെ ഒരു റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയെന്ന് അറിയില്ല. ഈ റെസിസ്റ്റൻസും കത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് എവിടെ വരുന്ന റെസിസ്റ്റൻസ് ആണെന്ന് നമുക്ക് നോക്കിയിട്ടാണ് ഒരു റെസിസ്റ്റൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ വാല്യൂ കൃത്യമായിട്ട് നമ്മൾ അറിയണം. ഇവിടെ കാണുന്നുണ്ടോ ഇത്? ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ IC ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ IC അതിനകത്തുനിന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസും കൂടെ, ഇതാണ് നമ്മുടെ LNK 364PG, ഇത് 364PN. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇട്ട് നോക്കാം. ഇവിടെ നിന്ന് കത്തിപ്പോയ റെസിസ്റ്റൻസും എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി രണ്ട് റെസിസ്റ്റൻസുകൾ റെഡിയാക്കണം. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഇവിടെ ഈ സെയിം റെസിസ്റ്റൻസ് ഇല്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ 10 ohmസിൻ്റെ 1 watt റെസിസ്റ്റൻസ് കൊടുക്കാൻ പോവുകയാണ്. 10 ohmസിൻ്റെ 1 watt റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതിന് പകരമായിട്ട് ഇവിടെ കൊടുക്കാൻ പോകുന്നത് 1 kilo ohms ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ട് റെസിസ്റ്റൻസും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്കൊന്ന് പവർ കൊടുത്തിട്ട് സീരിയൽ കണക്ഷനിൽ ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം, പവർ ഓൺ ആവുന്നുണ്ടോ ഇല്ലയെന്ന്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ പവർ ഇൻഡിക്കേഷൻ വരുന്നത്. ഇനി ഇത് സീരിയൽ കണക്ഷനിൽ കൊടുക്കുകയാണ്. ഓക്കെ, നമുക്കിവിടെ പവർ ഓൺ ആയിട്ടില്ല. പവർ ഓൺ ആയിട്ടില്ല. അപ്പോൾ സംതിങ് എന്തോ പ്രശ്നം കൂടെ ഉണ്ട്.
ഇവിടെ ഒരു ഫ്യൂസബിൾ റെസിസ്റ്റൻസ് ഉണ്ട്, അതിൻ്റെ വാല്യൂ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആ ഫ്യൂസബിൾ റെസിസ്റ്റൻസ് ഓപ്പൺ ആണ്. ഡയോഡും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡയോഡ് മോഡിൽ ഓക്കെയാണ്. ഈ ഡയോഡും ഓക്കെയാണ്. ഈ ഡയോഡ് ഓക്കെ. ഈ ഡയോഡും വലിയ കുഴപ്പമില്ലെന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഫ്യൂസബിൾ റെസിസ്റ്റൻസ് ഇത് ഓപ്പൺ ആണ്. ഇത് ഏകദേശം 1 ohms ഉണ്ട്. ഈ ഒരു റെസിസ്റ്റൻസും. ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു 1 ohmൻ്റെ റെസിസ്റ്റൻസ് കൊടുക്കുകയാണ്. 2 watt 1 ohm. ഓക്കെ, നമ്മൾ ഇവിടെയൊക്കെ ചെക്ക് ചെയ്ത് ഇവിടെ നമുക്ക് ഡയോഡ് ഷോർട്ടിംഗ് ഒന്നും കാണിക്കുന്നില്ല. ഡയോഡ് പവർ സപ്ലൈ കംപ്ലൈൻ്റ് ആകുമ്പോൾ കൂടുതലും ഡയോഡ് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡയോഡ് ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഡയോഡിൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. കറക്റ്റായിട്ട് അതിൻ്റെ ഡയോഡിൻ്റെ റീഡിങ് കാണിക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ സീരിയൽ കണക്ഷൻ കൊടുത്ത് പവർ ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ടത് സെറ്റായി, പവർ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു ഇതിനകത്ത് വന്നിരുന്ന കുഴപ്പം. ഇതിൻ്റെ പവർ സപ്ലൈ മുഴുവനും ഈ IC കത്തിപ്പോയിട്ട് ഒരു ഫ്യൂസബിൾ റെസിസ്റ്റൻസ് 2 എണ്ണം പോയിട്ടുണ്ട്, ഒരു ഇൻഡക്ടർ കോയിൽ എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു 1K റെസിസ്റ്റൻസ് ഇട്ടിരിക്കുന്നത് നമ്മുടെ ആ ഇൻഡക്ടർ കോയിലില്ലേ, ആ ഇൻഡക്ടർ കോയിൽ തന്നെ പാരലായിട്ട് തന്നെയാണ് ഈ ഒരു 1K റെസിസ്റ്റൻസ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു മോഡൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പവർ ഓൺ ആവാത്ത ഇഷ്യൂ ആയിരുന്നു. നമുക്കിപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് കറക്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വരുന്ന ഈ ഒരു സ്വിച്ച്, ഈ സ്വിച്ചിൻ്റെ കണ്ടിന്യൂറ്റി, എല്ലാ സ്വിച്ചിൻ്റെയും കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തതിന് ശേഷം ഇത് റീപ്ലേസ് ഏതെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അതും ആ ഒരു ബോർഡ് ആ ഒരു സ്വിച്ച് എല്ലാം റീപ്ലേസ് ചെയ്ത് ഇത് റെഡിയാക്കി നമുക്ക് കസ്റ്റമറിന് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് 2 സെൻസറുണ്ട്, ഒരു ഡോർ സ്വിച്ച് ഉണ്ട്. അത് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഇത് ഔട്ട് ചെയ്യത്തുള്ളൂ. ഈ ഒരു ബോർഡ് ഔട്ട്പുട്ട് നമ്മൾ ഓൺ ചെയ്തിട്ട് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 30 സെക്കൻഡ് ഓൺ ആവണം. അപ്പോൾ അതിന് 2 സെൻസറും ഒരു ഡോർ സ്വിച്ചും കണക്റ്റഡ് ആയിട്ട് മാത്രമേ ആ ഒരു പ്രൊസീജിയർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.